ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യുഗങ്ങളിലൂടെ ക്രിസ്തു ഭാഗം 21. വേദപുസ്തകം ദൈവത്തെ തൻ്റെ പ്രവൃത്തികൾ മൂലം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ദൈവം ആകാശവും ഭൂമിയും അവയിലുള്ള സകലവും ഇല്ലായ്മയിൽ നിന്ന് തൻ്റെ വാക്കിൻ്റെ ശക്തിയാൽ സൃഷ്ടിച്ചുവെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. അതുമൂലം സൃഷ്ടികർത്താവ് അനാദിയാണെന്നും മറ്റുള്ളവയ്ക്ക് ജീവൻ നൽകുന്നവൻ സ്വയംഭൂവാണെന്നും അത്ഭുതകരമായ അഖിലാണ്ടത്തെ ശരിയായി ക്രമീകരിച്ച് ഇത് സൃഷ്ടിച്ചവൻ സർവശക്തനാണെന്നും സർവജ്ഞനുമാണെന്നും അവൻ ചെയ്തൊക്കെയും പ്രയോജനമുള്ളതാകയാൽ അവൻ സർവ്വ നന്മകളും ഉള്ളവനാണെന്നും പഠിപ്പിക്കുന്നു. ഇതുകൂടാതെയും മനുഷ്യർ പാപികളായി തീർന്നപ്പോൾ ദൈവം അവർക്ക് ചെയ്ത നന്മകൾ മൂലം അവൻ്റെ സ്നേഹവും കരുണയും അത്ഭുതകരമായ വിധത്തിൽ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് വേദപുസ്തകം പറയുമ്പോൾ നമ്മുടെ അല്പബുദ്ധിക്ക് അത് ഗോചരമാകത്തക്ക വിധത്തിൽ നാം ഉപയോഗിക്കുന്ന ഭാഷാരീതി അനുസരിച്ച് ദൈവം മനുഷ്യനെ കൈകൊണ്ടുണ്ടാക്കിയെന്നും അവൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചുവെന്നും അവൻ മൂക്കിൽ ജീവശ്വാസം ഊതിയെന്നും ഇങ്ങനെ ചില വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ദൈവം ആത്മാവാകയാൽ ഈ സാദൃശ്യപരമായ വാക്യങ്ങൾക്ക് യുക്തമായൊരു വ്യാഖ്യാനം ആവശ്യമാണ്. ദൈവം ഏകനാണെന്ന് വേദപുസ്തകം പ്രസ്താവിക്കുന്നു. അതിന് ലോകത്തിൽ ദൃശ്യമായ പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. സൃഷ്ടികൾ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന വിധവും ഓരോ വർഗത്തിൽപ്പെട്ട വസ്തുക്കളിൽ അന്തർലീനമായിരിക്കുന്ന ഏക സ്വഭാവവും അവയ്ക്ക് തമ്മിലുള്ള യോജിപ്പും അവയുടെ കാരണൻ ഏകനാണെന്ന് തെളിയിക്കുകയാണ്. എവിടെ പോയാലും നാം ഏത് വസ്തുക്കളെ വീക്ഷിച്ചാലും ആ വസ്തുക്കളിൽ കാണുന്ന ഒരു പരസ്പര ബന്ധമുണ്ട്. ആ കാരണവസ്തു ഏകമാണെന്ന് വിചാരിപ്പാൻ നമുക്ക് ന്യായമുണ്ട്. ഈ വസ്തു വേദപുസ്തകത്തിൽ ത്രിയേകമാണെന്നും പറഞ്ഞിരിക്കുന്നു. പുതിയ നിയമത്തിൽ പറയപ്പെട്ടിരിക്കുന്നവയെ നാം പരിവേഷണം ചെയ്താൽ ദൈവത്വത്തിൽ 3 പേരും ഏകനായതുകൊണ്ടും 3 പേരും സൃഷ്ടിസ്ഥിതി സംഹാരകൃത്യങ്ങൾ ഭേദമന്യേ ഐക്യമത്യത്തോടുകൂടെ നടന്നതുകൊണ്ടും ലോകത്തിലെ സർവ്വവസ്തുക്കളും ഏക സ്വഭാവമുള്ളതായിരിക്കുന്നു എന്ന് കാണാം. ഒരു ഘടികാരം നിർമ്മിക്കുന്നതിന് ഒരുത്തൻ്റെ സാമർഥ്യം മതി. എന്നാൽ ആ ഒരു ഘടികാരം തന്നെ ഐക്യമത്യമുള്ള 3 പേർ ചേർന്നും നിർമ്മിക്കാവുന്നതാണ്. അപ്രകാരം ത്രിയേക ദൈവം സർവത്തെയും സൃഷ്ടിച്ചു സംരക്ഷിക്കുന്നുവെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഈ കാര്യങ്ങൾ ന്യായങ്ങളെ അവഗണിക്കുന്ന യുക്തിവാദികളുണ്ട്. നാസ്തികൻ ദൈവമില്ലെന്ന് ശഠിക്കും. കാരണമില്ലാതെ കാരണമുണ്ടാകുകയില്ല. അതുകൊണ്ട് എല്ലാറ്റിനും ദൈവം കാരണഭൂതനാണെന്ന് നാം പറയുമ്പോൾ അതിനെ യുക്തിവാദി ആക്ഷേപിക്കും. പിതാവിനാൽ ശിശുവും കുശവനാൽ കലവും ഉണ്ടാകുന്നില്ലയോ എന്ന് ചോദിക്കും. മാത്രമല്ല, മനുഷ്യർക്ക് അപ്രാപ്യമായ മരുഭൂമധ്യത്തിൽ വൃക്ഷം എങ്ങനെ വളർന്നുവെന്ന് ചോദിച്ചാൽ അവൻ ചാണകത്തിൽ പുഴു ഉണ്ടാകുന്നത് പോലെ മരുഭൂമിയിൽ വൃക്ഷങ്ങൾ പ്രകൃതിയാ മുളയ്ക്കുന്നുവെന്ന് പറയും. അതിന് നാം വിത്തില്ലാതെ മുളയ്ക്കുമോ, പിതാവില്ലാതെ ശിശു ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ നാസ്തികൻ ശരിയായ ഉത്തരം പറയാൻ കഴിവില്ലാതെ എല്ലാം പ്രകൃതിയിൽ നിന്ന് യാദൃച്ഛികമായി സംഭവിക്കുന്നു എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഈ പ്രകൃതിക്ക് ഈ ശക്തി എങ്ങനെ ലഭിച്ചു? ആദ്യം അതിനെ ഉളവാക്കിയതായ ഒരുവൻ ഉണ്ടായിരിക്കണമല്ലോ. അപ്രകാരം തന്നെ എല്ലാ കാരണങ്ങൾക്കും മുമ്പ് ഒരു ആദി കാരണം ഉണ്ടായിരിക്കണം. അതിനെ നാം ജീവനും ബുദ്ധിയുമുള്ള ആദികാരണ ദൈവം എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞാലും പ്രകൃതി ധർമ്മമാണ് വസ്തുക്കളെ കാരണമെന്ന് പറയുന്നതും ദൈവമാണ് വസ്തുക്കളെ കാരണമെന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതെന്തെന്നാൽ പ്രകൃതി ധർമ്മമാണ് എല്ലാറ്റിനും കാരണമെന്ന് വാദിക്കുന്നവൻ വെറും വസ്തുവായ ആ പ്രകൃതിക്ക് ദൈവത്വം കൽപ്പിക്കുന്നു. എന്നാൽ ദൈവമാണ് എല്ലാറ്റിനും കാരണമെന്ന് വാദിക്കുന്നവൻ സർവ്വസൃഷ്ടിക്കും അവയുടെ ധർമ്മങ്ങൾക്കും ഏക സൃഷ്ടികർത്താവുണ്ടെന്ന് ന്യായമായി സ്ഥാപിക്കുന്നു. ഇങ്ങനെ യുക്തിവാദികളിൽ ചിലർ കണ്ടാൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ എന്ന് ശഠിച്ചുകൊണ്ട് ദൈവം ദൃശ്യനല്ലായകയാൽ ദൈവമില്ലെന്ന് പറയും. അങ്ങനെ പറയുന്നത് ബുദ്ധിപൂർവമാണോ? മനുഷ്യനെ മനുഷ്യൻ കാണുന്നില്ലല്ലോ. നാം ഒരു മനുഷ്യൻ്റെ ശരീരം നാം കാണുന്നതല്ലാതെ ആ ശരീരത്തെ മുന്നോട്ട് നയിക്കുന്ന ഞാനെന്ന വസ്തുവിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്രകാരം തന്നെ ദൃശ്യമായ ലോകം മുഖേന അദൃശ്യനായ ദൈവത്തിൻ്റെ അസ്തിത്വം വ്യക്തമാകുന്നുണ്ട്. ദൃശ്യമായ മാത്രമേ വിശ്വസിക്കുള്ളൂ എന്നിരുന്നാൽ ലോകത്തിലുള്ള എത്രയോ വസ്തുക്കൾ ഇല്ലെന്ന് പറയേണ്ടി വരും. തന്നെ താൻ അറിയുന്നതൊന്നു താൻ സാക്ഷാൽ ജ്ഞാനം, പിന്നെയുള്ളവയെല്ലാം മിഥ്യാ അറിവത്രേ. തുടർന്ന് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.